അല്പസമയം ദൈവവചനം ഇഷ്ടപ്പെട്ട് ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ കടന്നു വരുവാനും അല്പസമയം ദൈവത്തോടു കൂടി ആയിരിക്കുവാനും നിങ്ങൾ കാണിച്ച ആ ഹൃദയത്തെ ദൈവം കാണട്ടെ. ദൈവം അതിന് പ്രതിഫലം നൽകട്ടെ. നാം തുടർച്ചയായിട്ട് റോമ ലേഖനത്തിൽ നിന്ന് പഠിച്ചു വരികയാണല്ലോ. ഹല്ലേലൂയ. റോമാലേഖനം 1-ാം അധ്യായത്തില് അപ്പോസ്തലൻ, നമ്മൾ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങുന്നത് സുവിശേഷം രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു എന്ന് അപ്പോസ്തലൻ ആ ലേഖനത്തിന്റെ ആദ്യം തന്നെ സ്റ്റേറ്റ് ചെയ്യുക. എന്തുകൊണ്ട് ഇത് രക്ഷയ്ക്കായി ശക്തിയാകുന്നു? കാരണം പാപിയെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് സുവിശേഷത്തിലാണ്. സുവിശേഷത്തിൽ മാത്രമാണ് ദൈവത്തിന്റെ നീതി, പാപിയെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത്. കാരണം നാം കണ്ടു, ഈ ഭൂമിയിൽ ജനിച്ച ഏത് വ്യക്തിയും പാപമെന്ന ഏകാധിപതിയുടെ കീഴിലാണ്. പാപം ഒരു ടൈറന്റിനെ പോലെ വാഴുകയാണ്. ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ അതിന്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ട്, ഫിലിമുണ്ട്, മക്കളെല്ലാവരും കാണുന്നത്. ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്ര എന്നുള്ള ആ യാത്രികൻ, ആ പഥികൻ ഒരു ഭാണ്ഡം പേറി താൻ യാത്ര തുടങ്ങുന്ന വളരെ രസകരമായിട്ടൊരു ഒരു വീഡിയോ ആണ്. പുസ്തകം വായിക്കാൻ സമയമില്ലെങ്കിൽ ആ യൂട്യൂബിൽ ഒന്ന് കാണുക, ഒരു വീഡിയോ. അപ്പൊ അവിടെ പറയുന്നത് പോലെ ഒരു ഏകാധിപതിയെ പോലെ പാപം താൻ ചുമന്നുകൊണ്ട് പാപത്തിന്റെ ആ കീഴില് ജനിച്ചു വീഴുന്ന വ്യക്തിയെ എങ്ങനെയാ അതിൽ നിന്ന് ദൈവം മോചിപ്പിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ കീഴിലാക്കുന്നത്? അപ്പോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കണ്ടു, സകലരും പാപത്തിന്റെ കീഴിലാണ്. അത് 18-ാമത്തെ വാക്യം മുതൽ അപ്പോസ്തലൻ പറയുക. എല്ലാവരും എന്ന് പറയുമ്പോൾ ദുഷ്ടരായിട്ടുള്ള ജനങ്ങളും ദുഷ്ടന്മാരും. 18 മുതൽ 32 വരെ അപ്പോസ്തലൻ അതാണ് പറയുന്നത്. അതിനുശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും ധാർമ്മിക ബോധമുള്ള നല്ലവരായവ ജനങ്ങൾ, അവരും പാപത്തിന്റെ കീഴിലാണെന്ന്. തുടർന്ന് 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദനെ ഡയറക്റ്റ്ലി അഡ്രസ് ചെയ്തു. നീയും യഹൂദൻ എന്ന് പേർ കൊണ്ടവനെ, നീയും പാപത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ കീഴില, നീയും ന്യായവിധിയിലൂടെ കടന്നു പോകും. കാരണം അന്യനെ ഉപദേശിക്കുന്ന യഹൂദനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്താ? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുക, നിനക്കും ഒഴികഴിവില്ല, നീയും ന്യായവിധിക്ക് കീഴെയാണ്, നീയും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴെയാണ്. അങ്ങനെ സകലരും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണ്. സകലർക്കും രക്ഷയ്ക്കായി സുവിശേഷം ശക്തിയായി മാറിയേ തീരൂ എന്ന് അപ്പോസ്തലൻ സ്റ്റേറ്റ് ചെയ്തിട്ട് യഹൂദനോടുള്ള ബന്ധത്തിൽ 28-29 വാക്യങ്ങൾ, 2-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ അവിടെ വളരെ ഒരു റാഡിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പോസ്തലൻ പറയുക. 28-ാം വാക്യത്തിൽ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. ഇതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. യഹൂദൻ എന്നതിന്റെ ഒരു റീഡെഫിനിഷൻ, അവർ കരുതി വച്ചിരുന്ന, അവർ തങ്ങളെ കുറിച്ച് കരുതിയിരുന്നതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ചിന്തിക്കുന്ന നിലയിലല്ല ദൈവം കണക്കിടുന്നത് എന്ന് എന്നിട്ട് പറയുക, യഹൂദനെ നീ ചിന്തിക്കുകയാ നിനക്ക് ന്യായപ്രമാണവും പരിച്ഛേദനയും ഉടമ്പടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സേഫാ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയല്ല, നീയും ന്യായവിധിക്ക് കീഴില. കാരണം
ദൈവം നോക്കുമ്പോൾ ജഡത്തിൽ പരിച്ഛേദനയേറ്റവനോ കൈകളിൽ ന്യായപ്രമാണമുള്ളവനോ അല്ല, ന്യായപ്രമാണം അകത്തുള്ളവനും ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അകത്തു നിന്നുള്ള വ്യത്യാസം ഉള്ളവനും. ഇവനാ ശരിക്കും യഹൂദൻ. ഇവനാ ദൈവത്തിന്റെ രക്ഷയ്ക്ക് കീഴിലേക്ക് വരുന്നവൻ. ഇവനാ നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ വീണ്ടും ജനിച്ചവൻ. ഇവനാ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുന്നവൻ. ഇവനാ മണവാട്ടി സഭയുടെ അംഗം. ബാക്കി എന്തൊക്കെ നമ്മള് ന്യായകരങ്ങൾ പറഞ്ഞാലും വചനം ഇതാ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും തോന്നി, ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നി കാണണം. ഹൃദയ പരിച്ഛേദന, ഹൃദയത്തിൽ പരിച്ഛേദനയുള്ളവൻ, ഹാർട്ട് സർക്കംസൈസ്ഡ് ആയിട്ടുള്ളവൻ. ബ്രദറെ, ഈ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, ഇതാണ്ട് ഇപ്പോഴും പറയുന്നു. പക്ഷെ എന്തായി ഹൃദയ പരിച്ഛേദന? ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കണമെന്ന് ബ്രദർ പറയുമ്പോ എന്താ അതുകൊണ്ട് മനസ്സിലാക്കുന്ന? രക്ഷ തുടങ്ങുന്നത് ഹൃദയ പരിച്ഛേദനയിലൂടെയാണ്. പക്ഷെ അതൊരു വൺ ടൈം പ്രോസസ് അല്ല, അതൊരു ഓൺ ഗോവിങ് പ്രോസസ്സാണ്. ഈ പരിച്ഛേദന എന്നുള്ളത് ഓൺ ഗോവിങ്, നമ്മുടെ മരണം വരെ. ഞാനത് വിശദീകരിക്കാം. അതിനു മുൻപ് എന്താണ് ജഡത്തിലുള്ള പരിച്ഛേദന? ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ എല്ലാവരും മുതിർന്നവർ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്താണ് ജഡത്തിലുള്ള പരിച്ഛേദന? നമുക്കറിയാം, അബ്രഹാം പിതാവിന് ദൈവം കൊടുത്ത ഉടമ്പടിയുടെ അടയാളമായ ചിഹ്നമാണ് പരിച്ഛേദന. അത് ഉൽപ്പത്തി പുസ്തകം, നിങ്ങൾ റെഫറൻസ് എഴുതുന്നവർ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 10-11 വാക്യങ്ങൾ ആന്റി ഒന്ന് വായിച്ചാലേ 10-11 വാക്യങ്ങളിൽ നമുക്കത് കാണാം. എന്താണ്? എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മതിയായുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ അടയാളമാകും. മതി. ഇവിടെ ഇസ്രായേലില് ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു നിയമം, അതിന്റെ അബ്രഹാമുമായിട്ട് ചെയ്ത ഉടമ്പടിയുടെ ഒരു അടയാളം എന്ന് നമ്മൾ പരിച്ഛേദന എന്ന് വിളിക്കുന്ന ആ കർമ്മം എന്തെന്ന് വെച്ചാൽ, ഇസ്രായേലിൽ ജനിക്കുന്ന പുരുഷ പ്രജയെല്ലാം അവരുടെ സെക്ഷൽ ഓർഗൻസിന്റെ ഔട്ടർ സ്കിന്ന് റിമൂവ് ചെയ്ത് കളയണം. അതാണ് ആ ഒരു കർമ്മം. ഇത് വളരെ റിലീജിയസ്ലി സെറിമോണിയസ്ലി ആയിട്ട് ഇവർ ചെയ്യുന്നു. അബ്രഹാം ചെയ്തത് താൻ ദൈവവുമായിട്ട് ഉടമ്പടി എടുത്ത സമയത്താണ്. പക്ഷേ ശേഷം ഇസ്രയേലിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ 8 ദിവസം കഴിഞ്ഞ് ആ കുഞ്ഞിന് പരിച്ഛേദന എന്ന കർമ്മം ചെയ്യുന്നു. ഇതാണ് ജഡത്തിലുള്ള പരിച്ഛേദന. ഇത് അബ്രഹാമിന് മാത്രം കൊടുത്തൊരു കൽപ്പനയല്ല. അബ്രഹാം പറയാ, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. എന്റെ നിയമമാവിത്, നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ചെയ്യണം. അബ്രഹാമിൽ തുടങ്ങി അത് തലമുറകളായിട്ട് കണ്ടിന്യൂ ചെയ്യണം. അബ്രഹാമിന് മാത്രം കൊടുത്തു നിർത്തുന്ന ഒരു നിയമം അല്ല ഇത്. വളരെ സീരിയസ് ആയിട്ട് ഇസ്രയേലിലെ എല്ലാ പുരുഷ പ്രജയും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. 17-ാം അധ്യായം അടച്ചിട്ടില്ല എങ്കിൽ അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാലോ? അഗ്രചർമ്മിയായ പുരുഷ പ്രജ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവനെ ജനത്തിൽ നിന്ന് മാറ്റിക്കളയണം. അവന് ഞാൻ അബ്രഹാമുമായി ചെയ്ത വാഗ്ദത്തവുമായിട്ട് ഒരു ബന്ധവും ഇല്ല.
ഇതിനെ ലാഘവത്തോടെയോ ഇതിനെ ഏൽക്കാതെയോ ഇരിക്കുന്നവർക്ക് ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവനെ വചനം പറയുന്ന അവനെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. കാരണം അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഇതാണ് ജഡത്തിലുള്ള പരിച്ഛേദന. നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് ഹൃദയ പരിച്ഛേദന? ശരീരത്തിലെ പരിച്ഛേദനയ്ക്ക് ഹൃദയത്തിന് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഞാനത് അല്പം ഒന്ന് വിവരിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണേ. അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഈ നിയമം ദൈവം അബ്രഹാമുമായിട്ട് ചെയ്യുന്നത്. അബ്രഹാമിനെ വിളിക്കുന്നത് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ വന്നു. ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നു. ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് വന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം വെച്ച ഉടമ്പടിയെ ഏറ്റെടുത്തു. അത് വിശ്വസിച്ചു. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു ബന്ധത്തിലേക്ക് വന്ന അബ്രഹാം ദൈവം ഈ ഒരു ഉടമ്പടിയുടെ ചിഹ്നമായ സർക്കംസിഷൻ കൊടുക്കുമ്പോൾ അത് അബ്രഹാമിനൊരു ചോയ്സ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം വളർച്ചയെത്തിയ പുരുഷനായ അബ്രഹാമിന് തന്റെ തീരുമാനത്തിൽ നിന്ന് അത് ചെയ്യുന്നത്. അബ്രഹാമിന് ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വരാൻ താല്പര്യമില്ല എങ്കിൽ he can quit it. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് അബ്രഹാമിന് അതൊരു ചോയ്സ് ആണ്. അബ്രഹാം ദൈവവുമായിട്ടുള്ള ഉടമ്പടി എന്തെന്ന് മനസ്സിലാക്കി അതിനെ ഏറ്റെടുത്തു, അതിനെ സ്വീകരിച്ചു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചാലോ? നിങ്ങൾ അതിന്റെ 17-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ അങ്ങനെ അബ്രഹാമിന്റെ ബന്ധം അവിടെ കാണുന്നുണ്ട്. നമുക്ക് ഇപ്പൊ സമയം അതിനെ വായിക്കുന്നില്ല. അതിനുശേഷം എന്നാൽ തുടർന്നുണ്ടായ പരിച്ഛേദന എപ്പോഴാ? അബ്രഹാം പരിച്ഛേദന ഏറ്റതിനു ശേഷം അബ്രഹാമിന്റെ തലമുറകൾ എപ്പോഴാ പരിച്ഛേദന ഏൽക്കുന്നത്? ആ കുഞ്ഞുണ്ടായി 8 ദിവസങ്ങൾ കഴിഞ്ഞ്. ഈ കുഞ്ഞുങ്ങൾ ഏൽക്കുന്ന പരിച്ഛേദന അവരുടെ ചോയ്സ് അല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് ഒരു കർമ്മം പോലെ മാതാപിതാക്കന്മാർ അവരിൽ ചെയ്യുന്നതാണ്. വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദ ചൈൽഡ്. കുഞ്ഞിന്റെ കൺസെന്റ് ഇല്ലാതെ ഈ ഉടമ്പടിയുടെ ചിഹ്നമായ പരിച്ഛേദനയുടെ പിറകിൽ വ്യാപരിക്കുന്ന ഉടമ്പടി എന്തെന്നറിയാതെ, അതിന്റെ പ്രാധാന്യം എന്തെന്നറിയാതെ, ആ ഉടമ്പടിയിലൂടെ ഏത് ബന്ധത്തിലേക്കാണ് നാം കടന്നു വരുന്നതെന്നറിയാതെ, എന്താണ് ഉടമ്പടി ബന്ധമെന്നറിയാതെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്താൽ അവരുടെ തീരുമാനത്താൽ ഏൽക്കുന്ന ഒന്നാണ് പിന്നീട് വന്ന തലമുറകൾ ഏൽക്കുന്നത്. പരിച്ഛേദന ഏറ്റതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ ഇതിന്റെ പുറകിലത്തെ ദൈവവുമായിട്ടുള്ള ഉടമ്പടി എന്താണ് അബ്രഹാം പിതാവുമായിട്ട് ചെയ്ത ഉടമ്പടി, ഇതൊക്കെ അവർ പഠിക്കും. പക്ഷേ പരിച്ഛേദന അവരുടെ ഹൃദയങ്ങളുടെ പരിച്ഛേദനയുടെ ഒരടയാളമല്ല. കാരണം അവര് ജഡത്തിലേറ്റ പരിച്ഛേദന അവരുടെ ഹൃദയങ്ങൾക്ക് പരിച്ഛേദന വന്നു എന്നതിനുള്ള തെളിവല്ല. അബ്രഹാം പിതാവ് ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നു, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്ന് തന്റെ ചോയ്സിലാണ് ആ പരിച്ഛേദന എന്ന അടയാളം ഏൽക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ കുഞ്ഞുങ്ങൾ അവരെ പരിച്ഛേദന ഏറ്റു. അബ്രഹാമിന്റെ ഹൃദയത്തിന് പരിച്ഛേദന വന്നതിന് ശേഷമാണ് അബ്രഹാം അത് ഏൽക്കുന്നത്. അബ്രഹാം ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വന്നതിന് ശേഷമാണ് ആ പരിച്ഛേദന ഏൽക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. മനസ്സിലായോ? അപ്പൊ അതൊന്ന്
ക്ലാരിഫൈ ചെയ്യുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിലുള്ള പരിച്ഛേദനയാ. ഹൃദയത്തിലുള്ള പരിച്ഛേദനയാ ശരിക്കുമുള്ള പരിച്ഛേദന. ജഡത്തിൽ നിങ്ങൾ പരിച്ഛേദന ഏറ്റെങ്കിലും ഹൃദയത്തിൽ പരിച്ഛേദന വന്നിട്ടില്ല. അബ്രഹാമിന്റെ കേസല്ല അടുത്ത തലമുറകൾക്ക് വരുന്നത്. അബ്രഹാം ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവനായിട്ടാണ് ദൈവവുമായിട്ടുള്ള ആ സമർപ്പണത്തിലേക്ക് വന്നു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് താൻ കാണാതെ തന്നെ പുറപ്പെടുക. ദൈവം അടിസ്ഥാനമിട്ടവും ദൈവം സൃഷ്ടിയായി ശില്പിച്ചിട്ടുള്ള ആ പണിയുന്ന ആ പട്ടണത്തിലേക്ക് യാത്രയാ. അബ്രഹാമിനോട് നീ തലപൊക്കി നോക്ക്. എനിക്ക് തോന്നുന്നത് അബ്രഹാം കണ്ടത് കാനാനൊന്നുമല്ല. അബ്രഹാം കണ്ടത് ദൈവം ശില്പിയായി പണിയുന്ന നഗരമാ അബ്രഹാം കണ്ടത്. അതുകൊണ്ടാ അബ്രഹാം ധനികനായിരുന്നിട്ടും കൂടാരങ്ങളിൽ പാർത്തത്. കാരണം ഇതൊക്കെ അഴിഞ്ഞു പോകുന്നതാണ് അബ്രഹാമിന് നല്ല ഉറപ്പുണ്ടായി. ഹല്ലേലൂയ. അബ്രഹാം കൂടാരങ്ങളിൽ കാരണം ദൈവം പണിയുന്ന ഒരു ഭവനമുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അതുകൊണ്ട് അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവ് ദൈവത്തിൽ വിശ്വസിച്ചു. ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചു അബ്രഹാം. ഒരു ഹൃദയ പരിച്ഛേദന അവിടെ ഉണ്ടായി. പക്ഷെ ശേഷം വരുന്ന തലമുറയോ അവർക്ക് ജഡത്തിൽ പരിച്ഛേദനയുണ്ട്, പക്ഷെ ഹൃദയത്തിൽ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് യഹൂദനെ നീ നിന്റെ ജഡത്തിലെ പരിച്ഛേദനയിൽ പുകഴുവല്ലേ? ഇന്നും അങ്ങനെയല്ലേ? പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചു, 12 വയസ്സ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോ കോളേജിൽ പോകുന്നതിന് മുമ്പ് അപ്പനും അമ്മയും പറഞ്ഞ് എങ്കിലും സ്നാനപ്പെടുക. പിന്നെ ചിലരുടെയൊക്കെ വിചാരം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ മറ്റുള്ള ഈ ലോകത്തിന്റെ പിടുത്തത്തിൽ നിന്നൊക്കെ ഒരു യോബിന്റെ ഭവനത്തിന്റെ ചുറ്റും വേലി കെട്ടി കാത്തതുപോലെ ദൈവം കാക്കുമെന്നുള്ള ചില ചിന്തകൾ കാരണം ഹൃദയത്തിൽ കർത്താവിന്റെ മരണമടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ചുമ്മാ ഇന്നും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. അപ്പൊ എന്തായി ശരിക്കും ഹൃദയ പരിച്ഛേദന? എന്റെ പ്രിയരെ, ശരിക്കും ഹൃദയ പരിച്ഛേദന ഒരു പൂർണ്ണമായ സമർപ്പണം എന്നിലുണ്ടോ? ഒരു പൂർണ്ണമായ മാനസാന്തരം എന്നിലുണ്ടോ? ആവർത്തന പുസ്തകം 10ാം അധ്യായം നാം വായിച്ചു നോക്കുമ്പോൾ ദൈവം ഇവരെ കോൺസ്റ്റന്റ് ആയിട്ട് വിളിക്കുക. ദൈവം അവരോട് ഇൻഫാക്ട് യാഹ്വേ ഈസ് ഇംപ്ലോറിംഗ്, അവരോട് കെഞ്ചുക, യു കം ബാക്ക് ഇസ്രായേൽ ജനമേ, യു കം ബാക്ക് ടു മൈ ഓറക്കിൾസ്. നിങ്ങൾ എന്റെ ചട്ടങ്ങളിലേക്ക് തിരിച്ചു വാ, എന്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു വാ. ശരിക്കും 10ാം അധ്യായം അതിന്റെ 12-13 ഒന്ന് വായിച്ചാലോ? ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? എനിക്ക് വേറൊന്നും വേണ്ട. നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്ക്, നിങ്ങൾ എന്നിലേക്കൊന്ന് തിരിയ്, നിങ്ങൾ എന്റെ നിയമങ്ങളൊന്ന് പാലിക്ക്. ഞാൻ നിങ്ങളെ നടത്താം, ഞാൻ നിങ്ങളെ പരിപാലിക്കാം, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, ഞാൻ നിങ്ങളെ സൂക്ഷിക്കാം. നിങ്ങളൊന്ന് തിരിച്ചു വാ. ഇവിടെ യഹോവ ഏതാ പറയുന്നത്? നിങ്ങളൊന്ന് തിരിച്ചു വാ, എന്നെ സ്നേഹിക്ക്, എന്നെ സേവിക്ക്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും കൂടെ എന്നെ സേവിക്ക്, എന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച്. ഞാനതാ പറഞ്ഞത്. പലരും പറയും യഹോവയായ ദൈവം പഴയ നിയമത്തിൽ വളരെ, പക്ഷേ ഗാഡ് ഈസ് ഇൻ ഫാക്ട് റിക്വസ്റ്റിംഗ്, നിങ്ങൾ ഇങ്ങോട്ട് വാ. അവരോട് റിപ്പീറ്റഡ്ലി കം ബാക്ക് ടു മീ, കം ബാക്ക് ടു മീ, എന്നിലേക്ക് തിരിച്ചു വാ, നിങ്ങൾ എന്റെ സ്നേഹം ഒന്ന് കണ്ടേ. ഹല്ലേലൂയ. 16ാം വാക്യത്തിലോ 10-16 ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രധർമ്മം പരിച്ഛേദന ചെയ്യുവിൻ. എന്നിട്ട് പറയുക, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം ഒന്ന് പരിച്ഛേദന ചെയ്തേ. എന്നിട്ട് ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് വെച്ചാൽ എന്താ?
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഹൃദയത്തെ എനിക്ക് സമർപ്പിക്ക്. നിങ്ങൾ എന്റെ നിയമത്തിൽ നടക്ക്, എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്ക്. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഇഷ്ടവും എന്നോടായിരിക്കട്ടെ. ഇതുണ്ടോ നമുക്ക്? ഹല്ലേലൂയ. നമുക്ക് ആ നിലയിലുള്ള ഒരു സമർപ്പണം ഉണ്ടോ? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്നോ, ദൈവത്തെ മാത്രം സ്നേഹിക്കണമെന്നോ, അല്ലെ അവനെ മാത്രം സേവിക്കണമെന്നോ? നമുക്ക് അവനോടുള്ള ആശ്രയമാണോ? നമുക്ക് അവനോടുള്ള ആഗ്രഹമാണോ? എനിക്ക് തോന്നുന്നു നമ്മൾ അവനെ ആഗ്രഹിക്കുക, ആശ്രയിക്കുന്നേക്കാളും ബെറ്റർ ഒരു വേർഡ്. നമ്മൾ അവനെ ആഗ്രഹിക്കണം. ഡിസയർ. ഹല്ലേലൂയ. ഹൃദയപരിച്ഛേദന എന്താ? ഒരു ഇന്നർ കമ്മിറ്റ്മെന്റ് ടു ലോർഡ്. അകമേയുള്ള ഒരു സമർപ്പണം. ഹല്ലേലൂയ. അതാ ഹൃദയപരിച്ഛേദന. ഈ അകമേയുള്ള സമർപ്പണത്തിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനാ ജഡത്തിലുള്ള പരിച്ഛേദന. ഹല്ലേലൂയ. അങ്ങനെയല്ലായിരുന്നോ അബ്രഹാം ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടി? ആ റിലേഷൻഷിപ്പിന്റെ പുറമേയുള്ള എക്സ്പ്രഷൻ ആയിരുന്നു ജഡത്തിലുണ്ടായ പരിച്ഛേദന. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമുക്കും ഇതേ വിളി തന്നെയാണ്. നമ്മുടെ ഹൃദയങ്ങൾക്കും പരിച്ഛേദന ഉണ്ടാവും. നമ്മളും ദൈവസന്നിധിയിൽ പുറമേ അല്ല, അകമേ ഏൽപ്പിച്ചു കൊടുക്കണം. അകത്തു നിന്നുണ്ടാവണം ഫലം. ഹല്ലേലൂയ. അകമേയുള്ള ആ സമർപ്പണത്തിന്റെ അടയാളമാ പുറമേ കാണുന്ന ആ ജീവിതം. അതൊന്ന്. രണ്ടാമത്, ഈ ഹൃദയപരിശോധന എന്ന് ഉള്ളത് വരാനിരിക്കുന്ന ഒന്നിന്റെ ഒരു നിഴല. രണ്ടാമത്, ഈ ഡ്യൂട്രോണമിയില് നമ്മള് 10-ാം അധ്യായത്തിന്റെ ആവർത്തന പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല പ്രാവശ്യം ദൈവം അവരെ വിളിച്ചിട്ടും നിങ്ങൾ തിരിച്ചു വാ, നിങ്ങൾ എന്നിലേക്ക് വാ. അവർ എപ്പോഴൊക്കെ തെറ്റിപ്പോയോ ദൈവം ക്ഷമയോടെ കാത്തിരുന്നു. നിങ്ങൾ തിരിച്ചു വാ, നിങ്ങൾ തിരിച്ചു വരും, നിങ്ങൾ എന്നിലേക്ക് വരും. ഹല്ലേലൂയ. എത്ര ദൈവം പറഞ്ഞിട്ടും അവര് വീണ്ടും ദൈവത്തിന്റെ നിയമങ്ങളെ, ദൈവത്തിന്റെ ചട്ടങ്ങളെ പുറങ്കാല് കൊണ്ട് തട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ദൈവം ഒരു തീരുമാനം എടുത്തു. അതാ 30-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ആവർത്തന പുസ്തകം ഹല്ലേലൂയ 30-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവം പരിച്ഛേദന ചെയ്യും. നിങ്ങളെ ഞാൻ എത്ര വിളിച്ചിട്ടും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ലേ? ഞാൻ ഇനി അത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യാൻ പോവുകയാണ്. അതാണല്ലോ ഇന്ന് പുതിയ നിയമസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവമല്ലേ നമ്മുടെ ഹൃദയങ്ങൾക്ക് പരിച്ഛേദന തരുന്നത്? ദൈവമുള്ളിൽ വരുമ്പോഴല്ലേ നാം രക്ഷിക്കപ്പെടുന്നത്? ദൈവമല്ലേ ഈ രക്ഷയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്? ദൈവമല്ലേ നമ്മളെ അവന്റെ പുണ്യാഹ രക്തത്താൽ കഴുകി വെടിപ്പാക്കുന്നത്? നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ചെയ്യും ഇനി ഹൃദയ പരിച്ഛേദന. ഞാൻ എത്ര വിളിച്ചിട്ടും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോവാ. ഹൃദയ പരിച്ഛേദന എന്നുള്ളത് വരാനിരിക്കുന്ന കർത്താവ് ചെയ്യുന്ന കാൽവരിയിൽ നമുക്ക് വേണ്ടി ചെയ്ത, കാൽവരിയിലൂടെ നമുക്ക് വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയുടെ ഒരു നിഴലായി. ഹല്ലേലൂയ. ഹൃദയപരിശോധന ആരാ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? ദൈവമാണ്. ഇത് ഞാൻ പറയുമ്പോ ആ നിലയിൽ ഒരു പരിച്ഛേദന ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ സ്വഭാവത്തെ ഞാൻ തന്നെ മാറ്റിയെന്നല്ല, ദൈവം മാറ്റും. അതിനെയാ പുതിയ നിയമ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജനനം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഉയരങ്ങളിൽ നിന്നുള്ള ജനനം. ദൈവം ഒരു പരിച്ഛേദന ചെയ്യും.
ഹല്ലേലൂയ. ദൈവം ഇനീഷ്യേറ്റീവ് എടുക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നത്, പുത്രൻ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും ദൈവത്താൽ ആകർഷിക്കപ്പെടണം. എൻ്റെ പ്രിയരെ, എൻ്റെ ജനനത്തിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും മാത്രമല്ലാതെ എനിക്കൊരു പങ്കും ഇല്ലാതെയാ ഞാൻ ജനിച്ചതെങ്കിൽ ഈ വീണ്ടും ജനനം എന്ന ഉയരത്തിൽ നിന്നുള്ള ജനനത്തിലും എനിക്കൊരു പങ്കുമില്ല. ദൈവത്തിന് എന്നോട് കൃപ തോന്നണം. എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ എൽഡർ യങ്ങർ ബ്രദേഴ്സ്, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അത്രേ പറ്റൂ. ഉയരങ്ങളിൽ ദൈവം ജനിപ്പിച്ചാലേ പറ്റൂ. ദൈവം ഹൃദയ പരിച്ഛേദന ചെയ്താൽ ഹല്ലേലൂയ, അതകത്തുള്ള മാറ്റമാ പ്രിയരെ, അതകത്തുള്ള മാറ്റമാ. അതാ രണ്ടാമത്, ഇത് ഇനീഷ്യേറ്റീവ്, ഈ ഹൃദയ പരിച്ഛേദനയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ദൈവമാണ്. ഞാൻ അതിന് റെഫറൻസ് പറഞ്ഞല്ലോ, ഡ്യൂട്രോണമി 30:6. മൂന്നാമത് നാം കാണുന്നത് ഹൃദയ പരിച്ഛേദന മതപരമായ പാരമ്പര്യത്തെ എല്ലാം ക്യാൻസൽ ചെയ്തു, കണ്ടൻസ് ഓൾ ദ റിലീജിയസ് സെറിമണീസ്. കാരണം ഈ യഹൂദൻ ഒരുപാട് പുകഴുന്നൊരു കാര്യമാണ്. അവന്റെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായ കാര്യങ്ങൾ ഞങ്ങള് ഒരുപാട് നിങ്ങൾ സെറിമോണിയൽ ലോസ് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ എത്രയോ ലോസ് എങ്ങനെയായിരിക്കണം അല്ലേ? ഹല്ലേലൂയ. ഒരുപാട് റിലീജിയസ് ലോസ് അവര് ഫോളോ ചെയ്യേണ്ടിയിരുന്നു. വളരെ റിലീജിയസ് സെറിമോണിയസ് ആയിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. അവരതിലൊക്കെ പുകഴ്ന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇന്ന് നമ്മളിൽ പലരും, നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത്, ഞാന് റെഗുലറായിട്ട് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാ, അല്ലെങ്കിൽ സഭാരാധനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാ, ഞാൻ റെഗുലറായിട്ട് വചനം വായിക്കുന്ന ഒരു വ്യക്തിയാ, ഞാന് സഭയിൽ ഓഫറിങ്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാ, ഒട്ടും അതിലൊരു അമാന്തിക്കാത്ത വ്യക്തിയാ, ഞാൻ ടൈറ്റ് കൊടുക്കുന്ന, ദശാംശം കൊടുക്കുന്ന വ്യക്തിയാ, ഞാൻ കർത്താവിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാ, ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാ, ഞാനൊരു നല്ല പേഴ്സണാ. ഈസ് നോട്ട് എ ഗ്യാരണ്ടി ദാറ്റ് യുവർ ഹാർട്ട് ഈസ് സർക്കംസൈസ്ഡ്. ഇവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. ഇതൊന്നും എൻ്റെ ഹൃദയത്തിൽ പരിച്ഛേദന വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ല. ഇതൊന്നും അത് അതിൽ തന്നെ തെറ്റല്ല കേട്ടോ, ഞാൻ അതങ്ങനെ പറയുന്നത്. ഇതൊന്നും അത് അതിൽ തന്നെ തെറ്റല്ല. പക്ഷെ അതാണ് എൻ്റെ ഹൃദയ പരിച്ഛേദനയുടെ മെഷറിംഗ് ടൂൾ എന്ന് കളിക്കുന്നത്. അവിടെ തെറ്റിപ്പോകും. എൻ്റെ ഹൃദയത്തിൽ വന്ന മാറ്റം, അതിന്റെ അടയാളം ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് എന്ന് നാം ചിന്തിച്ചാൽ പ്രശ്നം പറ്റില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയ പരിച്ഛേദന നടത്തുന്നത് ദൈവമാണ്. ഈ ഹൃദയത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിവസം 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നവൻ ഒരു ദിവസം 10 സിഗരറ്റിലേക്ക് മാറുന്നത് ഒരു മാറ്റമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നു? ഒരു ദിവസം 2 പാക്കറ്റ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ഞാൻ അത് കുറച്ച് 10 ആക്കി, അല്ലെങ്കിൽ 2 സിഗരറ്റ് ആക്കി ഒരു ദിവസത്തേക്ക് മാറി. അത് ഹൃദയപരിച്ഛേദനയല്ല. ഹൃദയപരിച്ഛേദന ദൈവം ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ അകത്തൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ, അത് സമൂലമായിട്ട് അവന്റെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പന്റെ അമ്മയുടെയും മകനായിട്ട് ജനിച്ചപ്പോൾ എൻ്റെ അപ്പന്റെ അമ്മയുടെയും ആ ജീൻസിൽ നിന്നുള്ളത് എനിക്കുണ്ട്. എൻ്റെ സ്വഭാവത്തിലുണ്ട്, എൻ്റെ ഷേപ്പിലുണ്ട്, എൻ്റെ പെരുമാറ്റത്തിലുണ്ട്. എൻ്റെ പ്രിയരെ, ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ഉയരങ്ങളിലെ നമ്മുടെ അപ്പനായ ദൈവത്തിങ്കിൽ നിന്ന് ജനിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ സ്വഭാവം, ക്യാരക്ടർ, നേച്ചർ നമ്മളിൽ നിന്നുണ്ടാവണം. അതതിന്റെ പൂർണ്ണതയിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്ഷ ഒരു തുടക്കം മാത്രം. അത് ദൈവം
പടിപടിയായി ഇവൻച്വലി ചെയ്തുകൊണ്ടിരിക്കുക. അതതിന്റെ കൾമിനേഷൻ എത്തുമ്പോൾ നമ്മൾ ബൈ 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 പറയുന്നു. അതിനെയാ നമ്മൾ മുമ്പോട്ട് പഠിക്കും വിശുദ്ധീകരണം എന്ന് പറയും. ഒരു കുഞ്ഞ് ജനിച്ച് ഉടനെയല്ലല്ലോ മച്യൂരിറ്റി ആവുന്നത്. കുഞ്ഞ് ജനിച്ച്, പക്ഷെ ഈ കുഞ്ഞില് ആപ്പന്റെ അമ്മയുടെയും സകല ഗുണം കാണും. അതിന്റെ മച്യൂരിറ്റി ടേക്സ് ടൈം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ടല്ല കുഞ്ഞിലേക്ക് വേറെ ആഡ് ചെയ്യുന്നു. ഇതെല്ലാം അതിന്റെ ആ ബേസ് ഫോമിൽ ആ വ്യക്തിയിൽ കാണും. ഹല്ലേലൂയ, ഹലേ. അപ്പോ ഹൃദയ പരിച്ഛേദന എന്ന് വെച്ചാൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമൂലമായ മാറ്റം, ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. ചില കാര്യങ്ങൾ മാറ്റുന്നതിനല്ല, മൊത്തമായ മാറ്റം. ദൈവം അകത്തൊരു മാറ്റം വരുത്തിയാൽ, അല്ലെ, ദൈവം ഹൃദയ പരിച്ഛേദന നമുക്ക് ചെയ്താൽ, നമ്മിൽ ഹൃദയ പരിച്ഛേദന നടത്തിയാൽ, ഹല്ലേലൂയ, നമ്മളിൽ സമർപ്പണം ഉണ്ടാവും. ദൈവത്തെ നാം സ്നേഹിക്കും, ദൈവത്തോട് ചേർന്ന് നടക്കും. നമ്മളെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഇടയനും ആടുകളും പോലെ, ഹല്ലേലൂയ, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. സി, ഇതാണ് ഞാൻ ആ ഹൃദയ പരിച്ഛേദന എന്നതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് അർത്ഥമാക്കുന്നത്. നമുക്ക് തിരിച്ച് റോമാലേഖനത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളിൽ ആ ഒരു സംശയം ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഭാഗം അവിടെ പറഞ്ഞത്. ഇവിടെ അപ്പോസ്തലൻ പറയുക, പുറമേ യഹൂദനായവനല്ല, അകമേ യഹൂദനായവനാ ശരിക്കും യഹൂദൻ. ഇതൊരു ഭയങ്കര റാഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. കാരണം പൗലോസേ പഴയ നിയമത്തെ മൊത്തമായിട്ട് നീ വൈപ്പ് ഔട്ട് ചെയ്തല്ലോ. പഴയ നിയമത്തെ നീ മൊത്തമായിട്ട് മാറ്റിക്കളഞ്ഞല്ലോ. കാരണം എൻറ്റയർലി ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്. ഞങ്ങൾ തുടർന്നു കൊണ്ടുവന്നിരുന്ന, ഞങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം നീ മാറ്റിയിട്ട് പുറമേയുള്ള പരിച്ഛേദനയുള്ള അകമയുള്ള പരിച്ഛേദനയാ ശരിക്കും പരിച്ഛേദന. പുറമെ യഹൂദനായവനല്ല, പുറമെ പ്രമാണങ്ങൾ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി പുകഴുവാൻ വേണ്ടി ചെയ്യുന്നവനല്ല, അകമേ ന്യായപ്രമാണമുള്ളവനാ. ഹല്ലേലൂയ. അപ്പോസ്തലൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോസ്തലൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ യഹൂദന്റെ സിനഗോഗുകളിൽ ചെന്നിരിക്കുന്ന അപ്പോസ്തലൻ അവിടെ വരുന്ന യഹൂദന്മാരുമായിട്ട് സംവാദിച്ചു എന്ന് നമ്മൾ പല പ്രാവശ്യം വായിക്കുന്നുണ്ട് അല്ലെ. സംവാദിച്ചു, അവരുമായിട്ടൊരു ഡയലോഗില്, അവരുമായിട്ടൊരു ഡിസ്കഷനിലേക്ക്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അവര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളാണ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആ 3-ാം അധ്യായത്തിന്റെ 8 വരെയുള്ള വാക്യങ്ങൾ. ഇതിലൊന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? എന്നാൽ യഹൂദനെന്ത് വിശേഷത? അപ്പോസ്തലൻ സെയിന്റ് പോൾ അങ്ങ് പറയുക, പുറമേ ഉള്ളതല്ല അകമേ ഉള്ളതാ ഇമ്പോർട്ടന്റ്. പുറമേ യഹൂദനായവനല്ല, അകമേ യഹൂദനായവനാ ഇമ്പോർട്ടന്റ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വിശേഷതയുള്ളത്? ഞങ്ങളുടെ ന്യായപ്രമാണം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഞങ്ങൾ ചെയ്യുന്ന ഈ പരിച്ഛേദനം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഇനിയിപ്പോ നമ്മൾ ഈ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ കുറെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ഏത് സ്റ്റേറ്റ്മെന്റിന്റെ ബേസ് ചെയ്താ ചോദിക്കുന്നത്? അപ്പോസ്തലൻ 28-29 വാക്യങ്ങളിൽ പറഞ്ഞ 2-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ പറയുക, ആ സ്റ്റേറ്റ്മെന്റിന്റെ അത് ഇവരോട് പറഞ്ഞപ്പോൾ അത് ഇവർക്ക് ഗ്രഹിച്ച് ഇവർ കുറെ ചോദ്യങ്ങൾ അപ്പോസ്തലനോട് ചോദിക്കുക. ഒന്നാമത്തത്, ദൈവത്തിന്റെ ഉടമ്പടിക്ക് അതോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ച പരിച്ഛേദനയ്ക്കും അപ്പോസ്തലനായ പൗലോസേ ഒരു വിലയില്ലേ? ഇത് അപ്പോസ്തലൻ ചോദിക്കുന്നു. 3-ന്റെ 1. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അപ്പോൾ
അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? യഹൂദന്മാർ ചോദിക്കുക. അതിന് ഉത്തരം ഓള് പറയാ, യെസ്, വിശേഷത ഉണ്ട്. യഹൂദന് വിശേഷത ഉണ്ട്, പരിച്ഛേദനയ്ക്ക് വിശേഷത ഉണ്ട്, ന്യായപ്രമാണത്തിന് വിശേഷത ഉണ്ട്. എന്നിട്ട് അപ്പോസ്തലൻ ഒരു ലിസ്റ്റ് പറയുന്നത് പോലെ പറയുക. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ഒന്നാമത് എന്ന് പറയുമ്പോൾ 2, 3 കൂടെ വേണ്ടേ? ഇല്ലേ പിന്നെ ഒന്നാമെന്ന് പറയേണ്ട ആവശ്യമില്ലോ. പക്ഷെ 2, 3, 4 ഒന്നും അപ്പോസ്തലനോട് പറയുന്നില്ല. പറയുന്നുണ്ട് 9-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അങ്ങോട്ട് പോകണ്ട, നമ്മൾ ആ സമയത്ത് ചിന്തിക്കും. അവിടെ ഒരു വലിയ ലിസ്റ്റ് യഹൂദന്റെ സവിശേഷതയെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്താ അവനുള്ള സവിശേഷത? ഇവിടെ പറയുന്ന ഒരൊറ്റ സവിശേഷതയിൽ എന്താ? ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ഈ സ്റ്റേറ്റ്മെന്റ് അപ്പോസ്തലൻ പറയുമ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായി എന്താ ഇനി പോൾ പറയാൻ പോകുന്നത്. വാട്ട് പോൾ ഈസ് ഗോയിങ് ടു ഫർദർ സേ അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് പോൾ അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്ത എക്സ്പ്ലനേഷൻ പറയുന്നതിന് മുൻപേ അവര് വേറൊരു ചോദ്യം പോളിനോട് ചോദിക്കുക. ഹല്ലേലൂയ. ഓക്കെ, അപ്പോസ്തലനെ അങ്ങ് പറഞ്ഞത് ശരിയാ. പക്ഷെ ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങളുടെ കൂട്ടത്തിൽ യഹൂദൻ, ഇസ്രായേൽ ആസ് എൻ എത്നിക് ഗ്രൂപ്പ്, ഒരു രാജ്യം എന്ന നിലയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അനേകർ അവിശ്വസ്തരായിത്തീർന്നുണ്ട്. അനേകർ അവിശ്വസ്തരായി തീർന്നുവെന്ന് വെച്ച് ദൈവം ഞങ്ങളോട് ചെയ്ത ഉടമ്പടിക്ക് ഭംഗം വരുമോ? ഇതാ അവരടുത്തായിട്ട് ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞു, അകമേ യഹൂദനായവനാ യഹൂദൻ, പുറമേ യഹൂദനായവനല്ല. അകമേ പരിച്ഛേദനയുള്ളവനാ പരിച്ഛേദന. അതാണ് ശരിക്കും പരിച്ഛേദന. ഇതാണല്ലോ അങ്ങ് പറഞ്ഞത്. അപ്പോ ഞങ്ങളുടെ ഇടയിൽ ചിലരൊക്കെ തെറ്റിപ്പോയി, ചിലരൊക്കെ അവിശ്വാസം വന്നു എന്ന് വെച്ച് ഞങ്ങളോട് ഒരു രാജ്യം എന്ന നിലയിൽ ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിക്ക് ഭംഗം വരുമോ? ചിലരൊക്കെ തെറ്റിപ്പോയെന്ന് പറഞ്ഞേ. ഇതാ അടുത്ത ചോദ്യം. നിങ്ങളൊന്ന് വായിച്ചു നോക്കരുത്. ചിലർ വിശ്വസിച്ചില്ല. അതിന് 3-ാം വാക്യം. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? അപ്പോസ്തലൻ പറയുക, നോ, നെവർ, ഒരു നാളും ഇല്ല. ഹല്ലേലൂയ. യഹൂദനെ ഞങ്ങളിൽ ചിലർ വിശ്വസിച്ചില്ല എന്ന് വെച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ല എന്ന് നീ വാദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്താ? ദൈവം വിശ്വസ്തനാ, ദൈവം മാത്രം വിശ്വസ്തനും, മനുഷ്യരെല്ലാം ബാക്കിയുള്ള അങ്ങനെയല്ല. അവിടെ ഒരു വാക്കിയില്ലേ? ഹല്ലേലൂയ. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവർ എന്നേ വരൂ. അങ്ങനെയാണെങ്കിൽ യഹൂദനെ ദൈവം വിശ്വസ്തനായ ദൈവം നീതിമാനായ ദൈവമാ. വിശ്വസ്തനായ ദൈവം നീതിമാനായ ദൈവമാ. പാപത്തെ അതിന്റെ ശിക്ഷ നൽകാതെ വിടുന്ന ദൈവമല്ല. ദൈവം നീതിമാനാ. നീ പറഞ്ഞല്ലോ, ഞങ്ങളിൽ ചിലർ അവിശ്വസ്തരായതുകൊണ്ട് ദൈവത്തിന് ഞങ്ങളോടുള്ള വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? ഇല്ല, ഒരിക്കലുമില്ല, ഭംഗം വരില്ല. പക്ഷേ വിശ്വസ്തനായ ദൈവം എന്താ? നീതിമാനാകൊണ്ട് അവന്റെ അടുക്കൽ ഒരനീതിയുമില്ല. അവൻ പാപത്തെ അല്ലെങ്കിൽ അനീതിയെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇതാ അപ്പോസ്തലൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ആൻസർ. അതിനുശേഷം ഇവരുടെ ചോദ്യം നോക്കി അടുത്തത്. ഹല്ലേലൂയ. ഉടനെ അവരടുത്തൊരു ചോദിക്കും. അത് ഭയങ്കര, നിങ്ങൾ ആ ചോദ്യം നോക്കി. അങ്ങനെയെങ്കിൽ പോളെ, നീ പറഞ്ഞതുപോലെ ആണെങ്കിൽ ദൈവത്തിന് തന്റെ നീതി പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ വേണം. അങ്ങനെ അവിടെ ഇരിക്കുന്നത് നോക്കി.
ദൈവത്തിന് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ വേണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. സി, ഇതിന്റെ അഡ്വാൻറ്റേജ് ദൈവത്തിനാ. ചിലർ അവിശ്വസിച്ചെങ്കിലേ ഉള്ളൂ, അനീതി ചെയ്തെങ്കിലേ ഉള്ളൂ ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കാനായിട്ട് പറ്റൂ. അങ്ങനെയല്ലേ പോലെ? പിന്നെ വൈ ഡു യു ബ്ലെയിം അസ് ആണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങളെ ബ്ലെയിം ചെയ്യുന്നത് എന്തിനാ? എന്തോ ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ചോദ്യം അല്ലേ? ഇത് വളരെ ക്രൂക്കറായിട്ടാണ് ചോദിക്കുന്നത്, വളരെ ക്രൂക്കറായിട്ടുള്ള ചോദ്യം. വൈ ആം ഐ ബ്ലെയിംഡ്? See, ഞാൻ പാപം ചെയ്താൽ ഇൻ എഫക്ട് ആർക്കാ ഗുണം? ദൈവത്തിനാവണം. കാരണം എന്താ? ദൈവത്തിന് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. 7-8 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി ഒന്ന് വിധിക്കുന്നത് എന്താ പോലെ? അങ്ങനെ ചോദിക്കുക. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഇത് ഇവരെ കുറിച്ച് യഹൂദന്മാര് പറയുന്ന ഒരു കുറ്റമാണ്. അതെന്താണെന്ന് നമ്മൾ 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ പഠിക്കും. കൃപ പരികേണ്ടതിന് പാപം ചെയ്യും. നമ്മളത് വ്യക്തമായിട്ട് പഠിക്കും പിന്നീട്. ഇപ്പൊ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ കുറിച്ച് ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ചോദ്യോത്തരങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുപോലെ പല ഡിസ്കഷൻസിൽ വരും. ഇപ്പോൾ ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. എന്താ? അതൊരു യൂസ്ലെസ് ഡിസ്കഷനാണ്. അവിടെ അത് നിർത്തുകയാണ്. എന്നിട്ട് തുടർന്ന് 9-ാം വാക്യം മുതൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെ തുടർന്ന് പറഞ്ഞു പോവുകയാണ്. ആ ഡിസ്കഷൻ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലരുമായിട്ട്, നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മുടെ ഓഫീസിലൊക്കെ പലരുമായിട്ട് നമുക്ക് ഇതുപോലെയുള്ള വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദത്തിൽ വരും. ഒരു ദൈവമകനെ അറിയാം, ഇത് ഇവിടം കൊണ്ട് നിർത്തിയാൽ ഇതിനങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ദൈവം എന്നോട് ഇടപെട്ടൊരു കാര്യം, അത് അവിടെ കൊണ്ട് നിർത്തിയേക്കുക. അപ്പോൾ എന്ത് വളരെ അവിടെ കൊണ്ട് കട്ട്ഷോട്ടാക്കുക. അടുത്ത ചോദ്യമേ ഇപ്പോൾ ചോദിക്കുന്നില്ല. എന്നിട്ട് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴിലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഇവിടെ പോള് തന്നെയും കൂടെ ചേർത്താ പറയുന്നത്, ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? ബ്രദർ, ഈ 9-ാമത്തെ വാക്യവും 1-ാമത്തെ വാക്യവും കോൺട്രഡിക്ഷൻ ആണല്ലോ. നോക്കി, നിങ്ങളൊന്ന് നോക്കി 1-ാമത്തെ വാക്യം 3-ന്റെ 1 നോക്കി. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അല്ല, പരിശോധന എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, വിശേഷതയുണ്ട്, നമുക്ക് ന്യായപ്രമാണം കിട്ടി എന്നുള്ളത്. വിശേഷതയില്ല, കാരണം ഈ കിട്ടിയ ന്യായപ്രമാണത്തിൽ നാം പുകഴ്ന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു വിശേഷത. നമുക്ക് ലഭിച്ച പരിച്ഛേദനയിൽ നിങ്ങൾ പുകഴ്ന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു വിശേഷതയില്ല. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് ജീവനായിട്ട് വെളിപ്പെട്ട് നമ്മുടെ ജീവിതത്തിലൂടെ അത് ജീവിക്കുന്നില്ല എങ്കിൽ ഒരു വിശേഷതയില്ല. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ തെളിവുകൾ കാണുന്നില്ല എങ്കിൽ ഒരു വിശേഷതയില്ല. ഹല്ലേലൂയ. യഹൂദനോട് പറയാ, വിശേഷതയുണ്ടോ? വിശേഷതയുണ്ട്. എന്തുകൊണ്ടാ? ന്യായപ്രമാണം നിങ്ങൾക്ക് തന്നു. വിശേഷതയുണ്ടോ? അശേഷമില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങൾ പാപത്തിന്റെ കീഴില. ഇത് കിട്ടിയിട്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ലല്ലോ. ഇത് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ലല്ലോ. 9-ാം വാക്യത്തിൽ പറയുക, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ
പാപത്തിൻ കീഴാകുന്നു. അപ്പോസ്തലൻ എങ്ങനെയാ ഈ ലേഖനം തുടങ്ങുന്നത്? ഹല്ലേലൂയ. സകലരും ഒരുപോലെയാ. ദർ ഈസ് നോ ഡിഫറൻസ്. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായല്ലോ. നോ ഡിഫറൻസ്, എവ്രി വൺ ഈസ് അണ്ടർ സിൻ. പാപം എന്ന ആ ഏകാധിപതിയുടെ കീഴില സകലരും. പാപത്തിന്റെ ശക്തിയെക്കുറിച്ച് അപ്പോസ്തലൻ 2 അധ്യായങ്ങൾ എടുത്ത് വിവരിക്കുകയാണ്. എത്രത്തോളം ആ പാപം മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നത്, എത്രത്തോളം നമുക്ക് സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ സുവിശേഷത്തിന്, ഗോസ്പലിന് നമ്മുടെ ജീവിതത്തിലുള്ള നെസസിറ്റിയെ പാപത്തിന്റെ ആ കരാള ഹസ്തങ്ങളെ വളരെ എക്സ്പ്ലെയിൻ ചെയ്താൽ കാണിക്കുക. ഇങ്ങനെയൊക്കെ മനുഷ്യനെ പാപം ഗ്രസിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ സുവിശേഷം, ദൈവത്തിന്റെ വചനം, രക്ഷ, കാൽവരിയിലൂടെ കർത്താവ് നമുക്ക് തന്ന രക്ഷ എത്ര ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ 1:17 പറഞ്ഞത്, സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. എന്റെ പ്രിയരെ, ഇതാ സുവിശേഷം, ഇതാ പ്രസംഗിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. പാപത്തിന്റെ പരിഹാരമാ ഗോസ്പൽ. പക്ഷെ നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം ചില ഈ ലാട വൈദ്യന്മാർ പറയില്ലേ, എന്തിനും പ്രതിവിധി ഉണ്ടെന്ന്. എന്തിനും പ്രതിവിധി, ഇതെടുത്താൽ എന്തിനും പ്രതിവിധി. തലവേദന മാറും, ഉളുക്ക് മാറും, വേദന മാറും, കൈവേദന മാറും, എന്തിനും പരിഹാരം, എന്തിനും ഏത് പ്രശ്നത്തിനും പ്രതിവിധി. അതല്ല ഗോസ്പൽ. അത് ഗോസ്പലേ അല്ല. ദാറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ഗോസ്പൽ. ഗോസ്പൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരം, നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിന്റെ പേരെ. ഇത് പ്രസംഗിക്കാത്തത് ഒന്നും ഗോസ്പലാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും അല്ലാത്തതൊക്കെ സുവിശേഷമല്ല. ഇതിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, നമ്മുടെ ഈ ഭൂമിയിലുള്ള താൽക്കാലികമായിട്ടുള്ള സുഖത്തിനും സന്തോഷത്തിനുമുള്ള ഉപാധി, അതല്ല ഗോസ്പൽ. അതിന്റെ സാഡ് പാർട്ട് എന്താന്ന് വെച്ചാൽ, ഇന്ന് എല്ലാവർക്കും അത് മതി. ബൈബിൾ ക്ലാസ്സോ അല്ലെങ്കിൽ സുവിശേഷമോ അല്ലെങ്കിൽ സത്യവചനം പറയുന്നിടത്തൊക്കെ വളരെ ആൾക്കാര് കുറവാണ്. എന്നൊരു വാക്യമുണ്ടല്ലോ, ശവമുള്ളിടത്ത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഗോസ്പൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? കർത്താവിന്റെ ന്യായവിധി വരുന്നു. ഈ ന്യായവിധിയിൽ എന്റെ പ്രിയരെ രക്ഷപ്പെടണമെങ്കിൽ ദൈവം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഹൃദയ പരിച്ഛേദന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം അല്പസമയം. ഹല്ലേലൂയ. കർത്താവേ, ആ ഒരു ക്രിയ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. തുടർന്ന് അതിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്റെ കണ്ണിനെ എങ്ങനെയാ പാപം ഗ്രസിച്ചിരിക്കുന്നത്, എന്റെ കൈകളെ എങ്ങനെയാ പാപം ഗ്രസിച്ചിരിക്കുന്നത്, എന്റെ തൊണ്ടയെ എങ്ങനെയാ പാപം ഗ്രസിച്ചിരിക്കുന്നത്, എന്റെ അധരങ്ങളെ എങ്ങനെയാ പാപം ഗ്രസിച്ചിരിക്കുന്നത്, എന്റെ കാലുകളെ എങ്ങനെയാ പാപം ഗ്രസിച്ചിരിക്കുന്നത്. ആ പാപത്തിന് ഒരു മനുഷ്യന്റെ സമൂലമായ മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും എടുത്തിട്ട് അപ്പോസ്തലൻ പറയുക, see, look at the tyranny of sin. ഹല്ലേലൂയ. കർത്താവേ, നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. പരിശുദ്ധരെ, ഞങ്ങള് ഈ വചനത്തിന്റെ അടുക്കിലേക്ക് വീണ്ടും ഞങ്ങളുടെ തലകളെ സമർപ്പിച്ച് അടുത്തു വരുന്ന കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ അവിടുന്ന് യാഗമാക്കപ്പെട്ടത് ഞങ്ങളുടെ നിത്യതയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, ഞങ്ങളുടെ സിയോൻ യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, ഞങ്ങളുടെ കർത്തനോടൊത്തുള്ള വാസത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്ന പാപമാണ് കർത്താവേ. ഞങ്ങളുടെ ഓരോ കൂടിവരവുകളിലും, ഞങ്ങൾ വചനം വായിക്കുമ്പോഴും, ഞങ്ങൾ വചനം പഠിക്കുമ്പോഴും, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും, ഞങ്ങൾ പാടുമ്പോഴും, ഞങ്ങൾ നിന്റെ നാമത്തിൽ കൂടി വരുമ്പോഴൊക്കെയും കർത്താവെ, ഞങ്ങൾ വെളിവായിട്ട് വരേണ്ടത് എൻ്റെ പാപത്തിനു വേണ്ടി കാൽവരിയിൽ മരിച്ച കർത്താവിനെ ഓർത്ത് നന്ദിയോടെ
ഈ പാപത്തെ വിട്ടോടുവാനാ. ഹല്ലേലൂയ. എന്റെ പാപങ്ങൾക്ക് പരിഹാരം. കാരണം എനിക്ക് എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പാപമാണ്. എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപം, എന്റെ പാപ സ്വഭാവം. ഇന്ന് രാത്രിയിൽ എന്നെ ഒന്ന് വെളിവാക്കി തരണേ കർത്താവേ. എന്റെ ഉള്ളില് ഞാൻ അറിയാതെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ട് കർത്താവേ. അതെനിക്കൊന്ന് വെളിച്ചത്ത് കൊണ്ട് തരണേ കർത്താവേ. അതിനെ വിട്ടുപേക്ഷിപ്പാനായിട്ട് എനിക്കൊന്ന് കൃപ തരണേ കർത്താവേ. കർത്താവേ, എന്റെ പ്രശ്നങ്ങളോ, എന്റെ ബുദ്ധിമുട്ടുകളോ, എന്റെ അസുഖങ്ങളോ, എന്റെ ദാരിദ്ര്യമോ, എന്റെ പട്ടിണിയോ, എന്റെ ജോലിയില്ലായ്മയോ ഒന്നും എന്റെ നിത്യതയ്ക്ക് തടസ്സമല്ല എന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന പാപം, എന്നിൽ വ്യാപരിക്കുന്ന പാപ സ്വഭാവം, ഹല്ലേലൂയ, എന്റെ ആത്മാവിൽ എന്റെ വ്യാപരിക്കുന്ന പ്രമാണത്തോട് എതിർത്ത് നിൽക്കുന്ന എന്റെ ജഡത്തിലെ ഒരു പ്രമാണം, ഹല്ലേലൂയ, അതിനെ ജയിപ്പാൻ തക്കവണ്ണം കർത്താവേ ഇന്ന് രാത്രിയിൽ എനിക്ക് കൃപ തരണമേ കർത്താവേ. ഹല്ലേലൂയ. അതിനായിട്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ അവിടുത്തെ നിയമം, അവിടുത്തെ വചനം തന്നിട്ടുണ്ട്, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ തന്നിട്ടുണ്ട് കർത്താവേ. ഹല്ലേലൂയ. പക്ഷെ കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാറില്ല. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഒരു സമർപ്പണമില്ല കർത്താവേ. ഞങ്ങൾ പലപ്പോഴും ഫെയിലായി പോവുകയാണ് കർത്താവേ. ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ഇരുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കേട്ടതെല്ലാം മറന്നു പോവുകയാണ്. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ആയി പോവുകയാണ്. ഇവിടുന്ന് ഈ ഡോറ് വിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഞങ്ങളുടെ ചിന്ത ഈ ലോകത്തിന്റെ ചിന്തകൾ, പിശാച് കൊണ്ടുവന്ന് ഈ വീണ വിത്തിനെ ഞെരിച്ചു കളയുകയാണ്. അതുകൊണ്ട് അത് ഫലം കാണാൻ പറ്റുന്നില്ല കർത്താവേ. എനിക്ക് അവിടുത്തെ ഹിതപ്രകാരം, അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്നുണ്ട് കർത്താവേ. എന്നെ അവിടുത്തെ ഹിതം കേട്ട് അതനുസരിച്ച് ജീവിക്കണമെന്നുണ്ട് കർത്താവേ. പലപ്പോഴും ഞാൻ ഫെയിലായി പോവുകയാണ്. എന്റെ തീരുമാനങ്ങളിലൊന്നും അവിടുത്തെ ഹിതം ഞാൻ അന്വേഷിക്കാറ് പോലുമില്ല കർത്താവേ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ചോദിക്കാത്തതിലും, ഞാൻ നനയ്ക്കാത്തതിലും, ഞാൻ യാചിക്കാത്തതിലും അധികം കർത്താവ് കൃപകളാലും അനുഗ്രഹങ്ങളാലും നീ എന്നെ നിറച്ചിരിക്കുന്നു, നീ എന്നെ നടത്തുന്നു ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നീ എന്നോട് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആടായ എനിക്ക് നിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ കാതുകൾക്ക് ഇന്നൊരു പരിച്ഛേദന നൽകണമേ കർത്താവേ. ഞാൻ ഈ കേട്ട വചനം കാതുകൾ കൊണ്ടല്ലപ്പാ, എന്റെ ഹൃദയം കൊണ്ട് കേൾക്കുവാൻ കൃപ തരണം. അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ കർത്താവേ എന്നെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തി, ഞാൻ ഇനി എവിടെയെങ്കിലും കർത്താവേ ഇനിയും ക്രമപ്പെടാനുണ്ടെങ്കിൽ, ഞാൻ അറിയാതെ എന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഏരിയകൾ കർത്താവേ, എന്റെ ജീവിതമാകുന്ന ആ ഭവനത്തിലെ പല ഡോറുകളും ഞാൻ അടച്ചിട്ടിരിക്കുക. കർത്താവിനെ അതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. പല മുറികളും ഞാൻ അടച്ചിട്ടിരിക്കുക. കർത്താവിന് അതിനകത്തൊക്കെ കയറി കർത്താവിനൊന്ന് ശുദ്ധീകരണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ തുറന്നു കൊടുത്താലേ പറ്റുള്ളൂ പ്രിയരെ. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിന്റെ 2 വരികൾ പാടി